അയോണിക് ഇക്വിലിബ്രിയം ആക്ച്വലി നമ്മൾ കുറച്ച് മുന്നേ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അവിടെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ്സ്, വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലോട്ട് പോയത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോലൈറ്റ്സ്, വീക്ക് ഇലക്ട്രോലൈറ്റ്സ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ ബേസിക് ഡെഫിനിഷൻസ് ഓഫ് ആസിഡ്സ് പറഞ്ഞായിരുന്നു. അത് നമ്മൾ മെയിൻ ആയിട്ട് 3 തിയറി പറഞ്ഞു. ഏതൊക്കെയാ? അറീനിയസ് തിയറി പറഞ്ഞു, ലോറി ബ്രോൺസ്റ്റഡ് തിയറി പറഞ്ഞു, ലൂയിസ് തിയറി പറഞ്ഞു. അപ്പോ ഈ തിയറീസ് പറഞ്ഞ സമയത്ത് നമ്മൾ ഓർക്കുന്നുണ്ടോ നിങ്ങൾ എന്തൊക്കെയായിരുന്നു തിയറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഐറീനിയസ് തിയറി എന്താണെന്നോ, ലോറി ബ്രോൺസ്റ്റഡ് തിയറി എന്താണെന്നോ, ലൂയിസ് ആസിഡ് ബേസ് തിയറി എന്താണെന്നോ ഓർക്കുന്നുണ്ടെങ്കിൽ എന്താ അറീനിയസ് തിയറി പറയുന്നത് എന്താണ്? ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വൺ ദാറ്റ് ഗീവ്സ് H+ ഓർ H3O+. പിന്നെ ഇവര് പറഞ്ഞ മെയിൻ കാര്യം എന്തായിരുന്നു? ഇൻ സോൾവെന്റ് എന്താണ്? വാട്ടർ. ബേസ് എന്താണ്? ബേസ് ദ വൺ ദാറ്റ് ഗീവ്സ് OH- ions, OH- ions in water. അത് സോൾവെന്റ് സ്പെസിഫിക് ആയിരുന്നു അറീനിയസ് തിയറി. ഈ ലോറി ബ്രോൺസ്റ്റഡ് തിയറി എന്താ പറഞ്ഞത്? കുറച്ചും കൂടെ സോൾവെന്റിനെ സ്പെസിഫിസിറ്റി മാറ്റി എന്ത് പറഞ്ഞു? ആസിഡ് ഇസ് ദ വൺ ദാറ്റ് ക്യാൻ ഗീവ് ഓർ ഡൊണേറ്റ് H+ in any solvent. Base is the one that can accept H+. ഇതായിരുന്നു ലോറി ബ്രോൺസ്റ്റഡ് പറഞ്ഞത്. ഇനി ലൂയിസ് ബേസും ആസിഡ് ബേസ് തിയറി എന്താ പറഞ്ഞത്? ആസിഡ് ഇസ് ദ വൺ that accept the electron pair. Base എന്തായിരുന്നു? The one that donate electron pair. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇൻ കേസ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കോമ്പൗണ്ട്സ് തരികയാണെങ്കിൽ അത് ഏതൊക്കെയാണ് അറീനിയസ് ആസിഡ്, ഏതൊക്കെയാണ് അറീനിയസ് ബേസ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ലൂയിസ് ആസിഡ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഐഡന്റിഫൈ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇൻടു ദീസ് പെയർസ്. അറീനിയസ്, ലൂയിസ് ആസിഡ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നത് HCl, H2SO4, NH3, BF3, PCl5, Cl-, Na+, NaOH. ഇതിൽ ഏതൊക്കെയാണ്, ഓരോന്നും ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അറീനിയസ് ആസിഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അറീനിയസ് ആസിഡ് എന്താ പറയുന്നത്? അറീനിയസ് ആസിഡ് എന്ന് പറയുന്നത് വൺ ദാറ്റ് ഗീവ്സ് H+ ഓർ H3O+ ഇൻ വാട്ടർ. അപ്പൊ ഏതൊക്കെ പറ്റും ഇതില്? HCl പറ്റും, H2SO4 പറ്റും, അല്ലെ? അപ്പൊ അറീനിയസ് ആസിഡ് HCl-ഉം H2SO4-ഉം ക്യാൻ ആക്ട് ആസ് അറീനിയസ് ആസിഡ്. അറീനിയസ് ബേസ് എന്തായിരുന്നു? ദ വൺ ദാറ്റ് ഗിവ്സ് OH- ഇൻ ദി വാട്ടർ. OH- ഇൻ ദ വാട്ടർ. അപ്പൊ NH3ക്ക് പറ്റുമോ? ഇല്ല. NaOH-ന് പറ്റും, അല്ലെ? NaOH അറീനിയസ് ബേസിന് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ല. ബ്രോൺസ്റ്റഡ് ആസിഡ് അഗെയിൻ ദ വൺ ദാറ്റ് ഡൊണേറ്റ് H+ ഇൻ എനി സോൾവെന്റ്. അപ്പോ HCl ആണ്, H2SO4-ഉം ആണ്. വേറെ ഏതെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ല. ഇനി ബ്രോൺസ്റ്റഡ് ബേസ് എന്തായിരുന്നു? ദ വൺ ദാറ്റ് അക്സെപ്റ്റ് H+. അപ്പൊ NaOH പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ NaOH ഇസ് നോട്ട് എ ബ്രോൺസ്റ്റഡ് ബേസ്. പക്ഷെ വേറൊന്നുണ്ട്, ഏതാ? നമ്മുടെ അമോണിയ ദാറ്റ് ക്യാൻ അക്സെപ്റ്റ് H+. അപ്പം NH3. ഇനി നമ്മുടെ ലൂയിസ് ആസിഡ് ഇതിൽ ഏതാണ്? ലൂയിസ് ആസിഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്, അല്ലെങ്കിൽ those that can have vacant orbital to fill the electron. അപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ BF3ക്ക് ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല. അപ്പൊ ഇറ്റ് ഹാസ് വേക്കന്റ് ഓർബിറ്റൽ ടു അക്സെപ്റ്റ് ഇലക്ട്രോൺസ്. അപ്പോ BF3 is an electron deficient compound. അതുകൊണ്ട് അത് ലൂയിസ് ആസിഡ് ആണ്. അതുപോലെ PCl5
അതെന്തുകൊണ്ടാ? അതിന് എന്താ ഒബ്ജക്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആണ്, പക്ഷെ ഇറ്റ് ഹാസ് വേക്കന്റ് ഓർബിറ്റൽ. അപ്പൊ PCl5. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ലൂയിസ് ആസിഡ്സ് കാറ്റയോൺസ് ഒക്കെ have the ability to accept electron pair, so Na+ is a Lewis acid. ഇനി ലൂയിസ് ബേസ് എന്താ നോക്കാം. ഇതാ ലൂയിസ് ബേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡൊണേറ്റ് ഇലക്ട്രോൺ, ഹാവ് ദി എബിലിറ്റി ടു ഡൊണേറ്റ് ഇലക്ട്രോൺ. അപ്പൊ NH3 പറ്റും. പിന്നെ വേറെ ഏതാ? എല്ലാ ആനിയോൺസിനും പറ്റും. അപ്പോ Cl-. അപ്പോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് നമ്മൾ പൊതുവെ പറയണ എല്ലാ ഇപ്പം NaOH ഇസ് എ വെരി ഫേമസ് ബേസ്. പക്ഷെ അത് ബ്രോൺസ്റ്റഡ് ബേസ് ആണോ? അല്ല. ലൂയിസ് ബേസ് ആണോ? അല്ല. അതായത് അത് അറീനിയസ് ബേസ് ആണ്. അതായത് ഡിഫറെന്റ് ഡെഫിനിഷൻസ് ഉണ്ട്. പല മോളിക്യൂൾസും ഏതെങ്കിലും ഒക്കെ ക്രൈറ്റീരിയകൾ ഇതാക്കിയിട്ട് ബേസോ അല്ലെങ്കിൽ ആസിഡോ ആവണതാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇത് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമുക്ക് pH scale. pH scale. Okay. pH scale. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് pHന്റെ ഡെഫിനിഷൻ? pH is equal to -log to the base 10 activity of H+. ഇനി ആക്ടിവിറ്റി എന്താണ്? അല്ലെങ്കിൽ ആക്ടിവിറ്റി എന്താണെന്നുള്ളത് ഇവിടെ ആക്ച്വലി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ ആക്ടിവിറ്റി നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യണത് എന്നാണ് നമ്മുടെ എക്സാമിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അപ്പൊ എ എന്താണ്? എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ഓഫ് H+. ഓക്കെ, നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് കേസ് 1 കേസ് 2 ആയിട്ട് എടുക്കാം. കേസ് 1 എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് H+, concentration of H+ is less than 1 molar. Concentration of H+ is less than 1 molar. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി ഓഫ് H+ എന്ന് പറയുന്നത് will be equal to the concentration of H+. ആക്ച്വലി നമ്മൾ ഈ കേസാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാറ്. അതായത് ഈ സമയത്ത് നമ്മുടെ pHന്റെ വാല്യൂ എന്താണ്? pH is equal to -log to the base 10 കോൺസെൻട്രേഷൻ ഓഫ് H+ തന്നെയായിരിക്കും ആക്ടിവിറ്റി ഓഫ് H+, അല്ലേ? അപ്പൊ ഈ ഇക്വേഷൻസ് ആണ് നമ്മൾ ഏറ്റവും അധികം യൂസ് ചെയ്യാൻ പോകുന്നത്, വിച്ച് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ഇനി കേസ് 2 എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് H+ is greater than 1 molar. അപ്പൊ നമ്മുടെ ആക്ടിവിറ്റി ഓഫ് H+ is not equal to concentration of H+. പക്ഷെ ഇത് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എക്സ്പെരിമെന്റലി ഡിറ്റർമൈൻ ആണ് ചെയ്യുക. എക്സ്പെരിമെന്റലി ഡിറ്റർമൈൻ ചെയ്യും. അപ്പൊ ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ pH നമ്മൾ പൊതുവേ ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്ന സമയത്ത് ഡൈല്യൂട്ട് കോൺസെൻട്രേഷൻ അഥവാ ലെസ് കോൺസെൻട്രേറ്റഡ് ആസിഡ് സൊല്യൂഷൻസിലായിരിക്കും വാലിഡ് ആയിട്ടുള്ളൂ. ഇനി pH സ്കെയിൽ നമുക്ക് നോക്കാം. ഇത് ഡിഫൈൻഡ് അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. ഈ നമ്മൾ pH പറയണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ഡിഗ്രി സെൽഷ്യസിലാണ് ചെയ്തേക്കണേ. pH വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫ്രം 0 to 14. നമ്മുടെ സെന്റർ ആണ്. എന്റെ സെന്റർ കറക്റ്റ് അല്ല, പക്ഷെ ഇത് സെന്റർ ആണ്. pH 7 ആണ്. pH 7 എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആണ്. ഇനി എവിടെയാണ് ആസിഡ്, എവിടെയാണ് ബേസ്? ഇവിടെയാണ് നമ്മുടെ ആസിഡ്. അതായത് pH ലെസ് ദാൻ 7 ആണ് ആസിഡ്, pH ഗ്രേറ്റർ ദാൻ 7 ആണ് ബേസ്. ഡിഫൈൻഡ് അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, ഇനി pH എന്ന് പറയുന്നത് എന്താണ്? -log to the base 10 കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്. ഇത് നമ്മൾ ആക്ടിവിറ്റി അല്ലാതെ കോൺസെൻട്രേഷൻ യൂസ് ചെയ്യുന്ന കേസാട്ടോ പറയുന്നത്. അപ്പൊ POH എന്തായിരിക്കും? POH എന്ന് പറയുന്നത് -log to the base 10
കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ആണ്. അതേപോലെ നമ്മൾ പി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൈനസ് ലോഗ് ടു ദ ബേസ് 10 കെ ആണ്. പി കെ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ലോഗ് ടു ദ ബേസ് 10 കെ ബി ആണ്. ഓക്കെ, ഇത് നമുക്കറിയാം പി എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് ടു ദ ബേസ് 10 എച്ച് പ്ലസ് എന്നാണെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്തായിരിക്കും? ആന്റി ലോഗ് ബേസ് 10 എന്താണ്? പി എച്ച് ആണ്. നമുക്ക് ഇങ്ങനെ എഴുതാം, 10 to the power ആന്റി ലോഗ് ടു ദ ബേസ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 to the power ആയിരിക്കും വരണേ. 10 to the power മൈനസ് പി എച്ച്. അതായത് നമുക്കറിയാം കോൺസെൻട്രേഷൻ ഓഫ് പി എച്ച് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്തായിരിക്കും? 10 to the power മൈനസ് പി എച്ച് ആയിരിക്കും. ഓക്കെ, അപ്പൊ പി എച്ച് തന്നിട്ട് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. കോൺസെൻട്രേഷൻ തന്നിട്ട് പി എച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പി എച്ച് ഇസ് ഈക്വൽ ടു ലോഗ് ടു ദ ബേസ് 10 കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ്. ഓക്കെ, ഇനി ഞാൻ ഒരു ജനറൽ ഫോർമുല, നമുക്ക് ഇക്വേഷൻസ് വരുമ്പോൾ ഏറ്റവും അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് പറയണേ. നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്ന് പറയുന്നത് എ മൾട്ടിപ്ലൈഡ് ബൈ 10 to the power മൈനസ് ബി എന്ന് വിചാരിക്കാം. എ മൾട്ടിപ്ലൈഡ് ബൈ 10 to the power മൈനസ് ബി. അങ്ങനെയാണെങ്കിൽ ലോഗ് ഓഫ് എച്ച് പ്ലസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോഗ് ടു ദ ബേസ് 10 എ പ്ലസ് ലോഗ് ടു ദ ബേസ് 10 to the power മൈനസ് ബി ആയിരിക്കും അല്ലേ? ഇതെന്താ ലോഗ്? ഇതിപ്പോ നമ്മൾ എന്താ ചെയ്ത? ലോഗ് ഓഫ് എ ബി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി. ഈ ഇക്വേഷൻ ആണ് കേട്ടോ യൂസ് ചെയ്തത്. അപ്പൊ ലോഗ് ടു ദ ബേസ് 10 എ മൈനസ് ബി ലോഗ് 10 അല്ലേ? ഈ ലോഗ് 10 എന്ന് പറയുന്നത് ലോഗ് ടു ദ ബേസ് 10 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. നമുക്കിത് എന്താ കിട്ടുക? ലോഗ് എച്ച് പ്ലസ് എന്ന് പറയുന്നത് ലോഗ് ടു ദ ബേസ് 10 എ മൈനസ് ബി. ഇനി നമ്മുടെ പി എച്ച് എന്താ? പി എച്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് ലോഗ് എച്ച് പ്ലസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വിചാരിക്കാം. ലോഗ് എച്ച് പ്ലസ് ഈക്വൽ ടു ബി മൈനസ് ലോഗ് എ അല്ലേ? അപ്പൊ ഇതെന്താ? നമ്മുടെ പി എച്ച് ആണ് അല്ലേ? പി എച്ച് ഇസ് ഈക്വൽ ടു ബി മൈനസ് ലോഗ് ടു ദ ബേസ് 10 എ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ഇൻ ദ സെൻസ് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇസ് ഈക്വൽ ടു 2 into 10 to the power മൈനസ് 3 എന്ന് തന്നിട്ടുണ്ട്. പി എച്ച് എന്തായിരിക്കും? നമുക്കിത് ഡയറക്റ്റ് യൂസ് ചെയ്യാം. ഇതാണ് നമ്മുടെ ബി അല്ലേ? ബി എന്താ? 3 മൈനസ് ലോഗ് ടു ദ ബേസ് 10 എ എന്താണ്? ലോഗ് 2. ഇതാണ് 3 മൈനസ് ലോഗ് 2. ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഇനി നിങ്ങൾ ഇങ്ങനെ പി എച്ചിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് ലോഗ് വാല്യൂസ് അറിഞ്ഞിരിക്കണം. നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും ഗേറ്റിന്, പക്ഷെ എന്നാലും ഒരു ചെറുതായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇതാണ്. ലോഗ് 2 എന്ന് പറയുന്നത് 0.3010, ലോഗ് 3 എന്ന് പറയുന്നത് 0.48, ലോഗ് 5 എന്ന് പറയുന്നത് 0.699, ലോഗ് 1 എന്താ? 0 ആയിരിക്കും. ലോഗ് 10 നമ്മൾ നേരത്തെ പറഞ്ഞു 1 ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ലോഗ് വാല്യൂസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വേഗം കുത്താൻ പറ്റും. വെറുതെ ആ ടൈം നമുക്ക് വേറെ ക്വസ്റ്റ്യൻസിന് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മൾ വാട്ടർ എടുക്കാണെന്ന് വിചാരിക്കാം. വാട്ടർ ഹാസ് ദ എബിലിറ്റി ടു സെൽഫ് അയനൈസ്. അതായത് ഇതിന് H++ OH- ആവാൻ പറ്റും. ഞാൻ 2 H2O എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക്
H3O പ്ലസ് പ്ലസ് OH മൈനസ് എന്ന് പറയാം. ഇനി ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എടുക്കുകയാണെങ്കിൽ ഇതിന് നമ്മൾ KW എന്ന് പറയും, വിച്ച് ഇസ് ഈക്വൽ ടു OH മൈനസ് ഇൻറ്റു H3O പ്ലസ്. ഇതിനെയാണ് നമ്മൾ സെൽഫ് അയണൈസേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയും. സെൽഫ് അയണൈസേഷൻ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ വേറൊരു പേരിൽ പറയും ഓട്ടോ പ്രോട്ടോളിസിസ് കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ, അതായത് KW. ഈ KWന്റെ വാല്യൂ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 10⁻⁻14 ആണ്. ഓക്കെ, ഇനി വാട്ടർ മാത്രമല്ല കേട്ടോ ഓട്ടോപ്രോട്ടോളിസിസ് കാണിക്കാം. നമുക്ക് വേറെ എക്സാമ്പിൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ 2NH3 in equilibrium with NH4 plus plus NH2 minus. അപ്പം ഇവിടെ നമുക്ക് K ഓട്ടോപ്രോട്ടോളിസിസ് ഓഫ് അമോണിയ എന്ന് പറയുന്നത് എന്താന്ന് പറയാം, is equal to NH4 plus multiplied by NH2 minus. ഓക്കെ, ഇതാണ് ഓട്ടോപ്രോട്ടോളിസിസ്. അപ്പം വാട്ടറിന്റെ ആണ് നമ്മൾ മെയിൻ ആയിട്ട് pHന്റെ കാൽക്കുലേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടറിന്റെ വാല്യൂ KW is equal to 10⁻⁻14 ആണ്. at 25 ഡിഗ്രി സെൽഷ്യസ് ആണ് അത് ഡിഫൈൻ ചെയ്തേക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. ഇത് ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മോർ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു കൊടുക്കാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഹാവ് എ ഗുഡ് വീക്കെൻഡ്. ബൈ.